എല്ലാ സുഹൃത്തുക്കൾക്കും ന്യൂസ് ബുള്ളറ്റ് കേരളയിലേക്ക് വീണ്ടും സ്വാഗതം. ശബരിമല സ്വർണ്ണക്കൊള്ള കേസ് വളരെ സങ്കീർണമായി മാറുകയാണ്. ഇന്ന് ഏഷ്യാനെറ്റ് ന്യൂസിൽ ഒരു സുപ്രധാനമായ വെളിപ്പെടുത്തലുണ്ട്. തന്ത്രി കണ്ഠരര് രാജീവര് തിരുവല്ലയിലെ ഒരു ബാങ്കിൽ 2.5 കോടി രൂപ നിക്ഷേപിച്ചുവെന്നും ആ ബാങ്ക് പൊളിഞ്ഞപ്പോൾ തന്റെ നിക്ഷേപം നഷ്ടപ്പെട്ടതിനെ കുറിച്ച് പരാതി നൽകാൻ തന്ത്രി തയ്യാറായില്ല എന്നും അത് ദുരൂഹമാണ് എന്നും SIT കരുതുന്നതായി ഏഷ്യാനെറ്റ് ന്യൂസിൽ ഇന്നൊരു വാർത്തയുണ്ട്. ചോദ്യം ഇതാണ്: തന്ത്രി അങ്ങനെ നിക്ഷേപിച്ച ആ 2.5 കോടിയുടെ ഉറവിടം ഏതാണ്? ഉയരുന്ന പ്രധാനപ്പെട്ട സംശയം, വാജിവാഹനം വാങ്ങിയ ഏതെങ്കിലും കോടീശ്വരൻ നൽകിയ പണമാണോ അത്? അടുത്ത ചോദ്യം, തന്ത്രിയല്ലാതെ മറ്റാരൊക്കെ ആ കച്ചവടത്തിൽ വിഹിതം പറ്റിയിട്ടുണ്ട്? അക്കാര്യത്തിൽ വ്യക്തത വരുത്തണമെങ്കിൽ SIT എത്രയും പെട്ടെന്ന് ജുഡീഷ്യൽ കസ്റ്റഡിയിൽ ഇരിക്കുന്ന വാജിവാഹനത്തിന്റെ കാലപ്പഴക്കം നിർണ്ണയിക്കാൻ തയ്യാറാകണം. അത് 2017 ശേഷം നിർമ്മിച്ചതാണോ എന്ന് ഉറപ്പുവരുത്തണം. 2017 കൊടിമരം മാറ്റിസ്ഥാപിച്ചപ്പോൾ ആ കൊടിമരത്തിൽ ഉണ്ടായിരുന്ന വാജിവാഹനം തന്ത്രി കണ്ഠരര് രാജീവർക്ക് അന്നത്തെ ദേവസ്വം ബോർഡ് കൈമാറിയിരുന്നു. ഈ വാജിവാഹനം പ്രത്യേക അന്വേഷണ സംഘം ഇപ്പോൾ തന്ത്രിയുടെ വീട്ടിൽ നിന്ന് കണ്ടെടുത്തിട്ടുണ്ട്. അതിപ്പോൾ കോടതിയുടെ കസ്റ്റഡിയിലുമാണ്. 10.68 കിലോഗ്രാം ഭാരമുണ്ട് വാജിവാഹനത്തിന്. പഞ്ചലോഹ നിർമ്മിതമായ വാജിവാഹനത്തിന്റെ നല്ലൊരളവും സ്വർണമാണെന്ന് കോടതി വിധിയിൽ കാണുന്നു. അന്ന് തന്ത്രി കൊണ്ടുപോയ ഒറിജിനൽ വാജിവാഹനം ആന്ധ്രയിലെ ഏതോ കോടീശ്വരന്റെ വീട്ടിലുണ്ടെന്ന സ്ഥിരീകരിക്കാത്ത റിപ്പോർട്ടുണ്ടെന്ന് RSS നേതാവ് KP ശശികല 2025 ഒക്ടോബർ 4 ഫേസ്ബുക്കിൽ എഴുതിയത് ചിലരെങ്കിലും ഓർക്കുന്നുണ്ടാകും. ഇവിടെയാണ് ശബരിമല സ്വർണ്ണക്കൊള്ളയുമായി ബന്ധപ്പെട്ട് ഏഷ്യാനെറ്റ് ന്യൂസ് ഇപ്പോൾ നടത്തിയ വെളിപ്പെടുത്തലിന്റെ പ്രാധാന്യം. നാം ഈ വീഡിയോയുടെ തുടക്കത്തിൽ പരാമർശിച്ച ആ ഏഷ്യാനെറ്റ് വാർത്തയുടെ തലക്കെട്ട് ഇതാണ്: തന്ത്രി കണ്ഠരര് രാജീവര് നിക്ഷേപിച്ച 2.5 കോടി എവിടെ? സ്വകാര്യ ബാങ്ക് തകർന്നിട്ടും പരാതി നൽകാത്തതിൽ ദുരൂഹത, SIT അന്വേഷണം. വാർത്തയുടെ രത്നചുരുക്കം പറയാം. ശബരിമല സ്വർണ്ണക്കൊള്ള കേസിൽ തന്ത്രി കണ്ഠരര് രാജീവരുടെ സാമ്പത്തിക ഇടപാടുകൾ പ്രത്യേക അന്വേഷണ സംഘം കർശനമായി പരിശോധിക്കുന്നു. തിരുവല്ലയിലെ സ്വകാര്യ ബാങ്കിൽ നിക്ഷേപിച്ച് നഷ്ടപ്പെട്ട 2.5 കോടി രൂപയെ കുറിച്ച് തന്ത്രി പരാതി നൽകാത്തതിൽ ദുരൂഹതയുണ്ടെന്നാണ് SITയുടെ നിഗമനം. അപ്പൊ തന്ത്രി 2.5 കോടി രൂപ തിരുവല്ലയിലെ ഒരു സ്വകാര്യ ബാങ്കിൽ നിക്ഷേപിച്ചു. ആ ബാങ്ക് പൊളിഞ്ഞപ്പോൾ തന്ത്രിക്ക് പണം നഷ്ടപ്പെട്ടു. പക്ഷെ അദ്ദേഹം പരാതി നൽകാൻ തയ്യാറായില്ല. അതിൽ ദുരൂഹതയുണ്ടെന്ന് SIT കരുതുന്നു. ആ വിവരമാണ് ഏഷ്യാനെറ്റ് ന്യൂസ് റിപ്പോർട്ട് ചെയ്യുന്നത്. സ്വാഭാവികമായും ഉയർന്ന ചോദ്യം ഇതാണ്: തന്ത്രിക്ക് ആ 2.5 കോടി എവിടെ നിന്നാണ് കിട്ടിയത്? KP ശശികല തന്റെ ഫേസ്ബുക്ക് പോസ്റ്റിൽ പരാമർശിച്ച ആന്ധ്രയിലെ ആ കോടീശ്വരൻ കൊടുത്ത പണമാണോ അത്? ശബരിമല തന്ത്രി കൊണ്ടുപോയ വാജിവാഹനം ആന്ധ്രയിലെ കോടീശ്വരന്റെ വീട്ടിലുണ്ടെന്ന് ഒന്നും അറിയാതെ RSS നേതാവ് പരസ്യമായി പറയില്ലല്ലോ. യഥാർത്ഥത്തിൽ ഈ വാജിവാഹനം കോടീശ്വരന് വിറ്റിട്ടുണ്ടോ? ആ കച്ചവടത്തിൽ തന്ത്രിയുടെ വിഹിതമാണോ നേരത്തെ പറഞ്ഞ 2.5 കോടി? എങ്കിൽ എത്ര കോടി രൂപയ്ക്കാണ് വാജിവാഹനം വിറ്റത്? അതിന്റെ വിഹിതം ആർക്കൊക്കെ പങ്കുവച്ചു? കോൺക്രീറ്റിൽ സ്ഥാപിച്ച കൊടിമരത്തിന്റെ ചുവട് ചിതലരിച്ചു എന്ന് പറഞ്ഞാണ് 2017 കൊടിമരം മാറ്റി സ്ഥാപിച്ചത്. അന്നാണ് വാജിവാഹനം തന്ത്രി കൊണ്ടുപോയത്. ഈ വാജിവാഹനം തന്ത്രി ആർക്കൊക്കെയോ വിറ്റുവെന്ന ആരോപണത്തിന്റെ പശ്ചാത്തലത്തിലാണ് 2025 ഒക്ടോബർ മാസത്തിൽ ചില ഹൈന്ദവ സംഘടനകൾ തന്ത്രിയുടെ വീട്ടിലേക്ക് പ്രതിഷേധ മാർച്ച് പ്രഖ്യാപിച്ചത്. ഹൈന്ദവ സംഘടനകളുടെ ആ മാർച്ചിന്റെ പശ്ചാത്തലത്തിലാണ് 2025 ഒക്ടോബർ 4 KP ശശികലയുടെ ഫേസ്ബുക്ക് പോസ്റ്റ് പ്രത്യക്ഷപ്പെട്ടത്. അപ്പോഴാണ് വാജിവാഹനം തിരികെ എടുക്കണമെന്നാവശ്യപ്പെട്ട് തന്ത്രി ദേവസ്വം ബോർഡിന് കത്തെഴുതിയത്. KP ശശികലയുടെ ആ ഫേസ്ബുക്ക് പോസ്റ്റിൽ ആന്ധ്രയിലെ കോടീശ്വരൻ എന്ന പരാമർശം കടന്നു വന്നത് ഒട്ടും യാദൃശ്ചികമാകാൻ ഇടയില്ല. ഇതുമായി ബന്ധപ്പെട്ട് ഉയരുന്ന സകല സംശയങ്ങളും ദൂരീകരിക്കാൻ പ്രത്യേക അന്വേഷണ സംഘത്തിന് ബാധ്യതയുണ്ട്. അതിനാദ്യം ചെയ്യേണ്ടത് ഇപ്പോൾ കോടതിയുടെ കസ്റ്റഡിയിലുള്ള വാജിവാഹനത്തിന്റെ കാലപ്പഴക്കം അടിയന്തരമായി നിർണ്ണയിക്കലാണ്. 2017 ശേഷം നിർമ്മിച്ച വാജിവാഹനമാണോ കോടതിയുടെ കസ്റ്റഡിയിലുള്ളത് എന്ന് അന്വേഷണ സംഘം അടിയന്തരമായി പരിശോധിച്ചുറപ്പിക്കണം. 2017 തന്ത്രിക്ക് വാജിവാഹനം കൈമാറിയതിനെ കുറിച്ച് അന്നത്തെ ദേവസ്വം ബോർഡ് അംഗം അജയ് തറയിലിന്റെയും കോൺഗ്രസ് നേതാക്കളുടെയും പ്രസ്താവനകളെല്ലാം ദുരൂഹമാണ്. തന്ത്ര സമുച്ചയത്തിൽ പറഞ്ഞത് പ്രകാരമാണ് വാജിവാഹനം കൈമാറിയതെന്നാണ് അജയ് തറയിലിന്റെ വാദം. അത് പറയുമ്പോൾ അദ്ദേഹം ഒരു കാര്യം വിസ്മരിച്ചു. തന്ത്ര സമുച്ചയത്തിന്റെ അടിസ്ഥാനത്തിലല്ല ദേവസ്വം ഭരണം നടക്കുന്നത്. തന്ത്ര സമുച്ചയത്തിൽ ദേവസ്വം ബോർഡിനെ കുറിച്ച് സൂചിപ്പിച്ചിട്ടേ ഇല്ല മിസ്റ്റർ അജയ് തറയിൽ. തന്ത്ര സമുച്ചയം അനുസരിച്ചല്ല അജയ് തറയിൽ ദേവസ്വം ബോർഡിന്റെ അംഗമായതും. അതുകൊണ്ട് ആ നമ്പർ തറയിലിന്റെ കയ്യിൽ തന്നെ ഇരിക്കട്ടെ. തന്ത്ര സമുച്ചയം അനുസരിച്ച് വാജിവാഹനം ഉടമയ്ക്ക് അവകാശപ്പെട്ടതാണെന്ന വാദം അംഗീകരിച്ചാൽ എന്തിനത് തിരിച്ചെടുക്കണമെന്ന് തന്ത്രി ദേവസ്വം ബോർഡിനോട് ആവശ്യപ്പെടണം. ഏതാനും ഹൈന്ദവ സംഘടനകൾ പ്രതിഷേധ മാർച്ച് പ്രഖ്യാപിക്കുകയും KP ശശികലയൊക്കെ ഫേസ്ബുക്ക് പോസ്റ്റ് എഴുതുകയും ചെയ്തതിന് ശേഷമാണല്ലോ വാജിവാഹനം തിരിച്ചെടുക്കണമെന്ന് തന്ത്രി ദേവസ്വം ബോർഡിന് കത്ത് കൊടുത്തത്. തന്ത്ര സമുച്ചയം വിധിച്ചത് പ്രകാരമാണ് താൻ വാജിവാഹനം കൊണ്ടുപോയത്, അത് തന്റെ അവകാശമാണ് എന്ന് പ്രതിഷേധത്തിനിറങ്ങിയ ഹൈന്ദവ സംഘടനകളെയും KP ശശികലയെയും ബോധ്യപ്പെടുത്തിയാൽ മതിയായിരുന്നല്ലോ. അത് തന്ത്രി ചെയ്തില്ലല്ലോ.
തനിക്ക് അവകാശപ്പെട്ടതാണ് വാജിവാഹനമെന്ന് തന്ത്രിക്ക് ഉറപ്പുണ്ടായിരുന്നെങ്കിൽ എന്തിനാണത് തിരിച്ചെടുക്കണമെന്ന് ദേവസ്വം ബോർഡിനോട് ആവശ്യപ്പെട്ടത്? അതിന്റെ കാര്യം ഉണ്ടായിരുന്നില്ലല്ലോ. അതുകൊണ്ട് തന്ത്രസമുച്ചയം പൊക്കിപ്പിടിച്ച് രക്ഷപ്പെടാമെന്നൊന്നും അജയ് തറയിൽ വ്യാമോഹിക്കേണ്ട. തന്ത്രസമുച്ചയത്തിൽ SIT അന്വേഷണവും പറയുന്നില്ല അജയ് തറയിലെ. ഏതായാലും വാജിവാഹനം ഇപ്പോൾ കോടതിയുടെ കസ്റ്റഡിയിലാണ്. എത്രയും വേഗം കാലപ്പഴക്കം നിർണ്ണയിക്കുന്ന പരിശോധന നടത്താൻ അന്വേഷണ സംഘത്തിന് ഒരു തടസ്സവുമില്ല. മാത്രമല്ല 2017 നടന്ന കൊടിമരം മാറ്റിസ്ഥാപിക്കലിനെ കുറിച്ച് വിശദമായ അന്വേഷണം വേണമെന്ന് പ്രത്യേക അന്വേഷണ സംഘം ഹൈക്കോടതിയെ അറിയിച്ചിട്ടുണ്ട്. അക്കാര്യം ഹൈക്കോടതി വിധിയിൽ എടുത്തു പറഞ്ഞിട്ടുമുണ്ട്. ഇക്കഴിഞ്ഞ ജനുവരി 19 ആ വിധിയുടെ 11ാം ഖണ്ഡികയിൽ നമുക്ക് ഇങ്ങനെ വായിക്കാം: The special investigation team has further informed this court that the circumstances surrounding the dismantling of the earlier Kodimaram and the erection of the new one are being subjected to close scrutiny, and that the connected files, administrative records and related documents are being systematically seized and examined in order to trace the decision-making chain, fix accountability and determine potential criminal liability. കസ്റ്റഡിയിലുള്ള വാജിവാഹനത്തിന്റെ കാലപ്പഴക്ക നിർണയവും ഈ പറഞ്ഞ പരിശോധനയുടെ ഭാഗമാകണം. തിരുവല്ലയിലെ പൊളിഞ്ഞ ബാങ്കിൽ തന്ത്രി 2.5 കോടി നിക്ഷേപിച്ചത് സത്യമെങ്കിൽ ആ പണത്തിന്റെ ഉറവിടം കണ്ടെത്തണം. KP ശശികല വെളിപ്പെടുത്തിയ ആന്ധ്രയിലെ കോടീശ്വരനാണോ ആ പണം കൊടുത്തത് എന്ന് അന്വേഷിക്കണം. ആ പണം കൈപ്പറ്റിയത് തന്ത്രി മാത്രമാണോ എന്ന് പരിശോധിക്കണം. 2017 കൊടിമരം മാറ്റണമെന്ന തീരുമാനമെടുത്ത ഡിസിഷൻ മേക്കിംഗ് ചെയിൻ അന്വേഷിക്കുമെന്നാണ് SIT ഹൈക്കോടതിയെ അറിയിച്ചത്. വാജിവാഹനം ആർക്കെങ്കിലും വിൽക്കാൻ നടത്തിയ ഗൂഢാലോചനയുടെ ഭാഗമായിട്ടാണോ ആ കോൺക്രീറ്റ് കൊടിമരത്തിൽ ചിതൽ കയറിയത് എന്ന് അന്വേഷിക്കുക തന്നെ വേണം.